ഹേയ് നമസ്കാരം. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇന്നൊരു ന്യൂസ് കണ്ട് പറഞ്ഞാൽ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു ന്യൂസ് ഇതിന് മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കുന്നതിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ അടിയിൽ നിന്ന് മുഖ്യമന്ത്രി എണീറ്റ് പോകുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചോദിച്ചിട്ട് പിന്നെ എന്തിനാ ഞങ്ങൾ വിളിച്ചിരുത്തിയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ സംഭവം എന്താ വെച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ള ചാനലുകളുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് ചാനലുണ്ട്. ആ ചാനലുകൾക്ക് മാത്രമാണ് ഉത്തരം കൊടുക്കുള്ളൂ. ആ ചാനലുകളിൽ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം മുഖ്യമന്ത്രി കൊടുക്കും, മുഖ്യമന്ത്രി അതിനുള്ള ഉത്തരം തയ്യാറാക്കി വരും. അതിലേക്ക് മാത്രം കൊടുത്തിട്ട് മുഖ്യമന്ത്രി എണീറ്റ് പോവുക. ബാക്കിയുള്ളവർക്ക് ഉത്തരമില്ല. ബാക്കിയുള്ളവർ ചോദ്യം ചോദിച്ചാൽ അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കടക്ക് പുറത്ത് അയാളെ വീട്ടിൽ പോയി കണ്ടെന്നല്ല, അയാൾക്ക് വീടും കൂടി ഇല്ലായിരുന്നാണ്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ അല്ലല്ലോ. എന്ത് മോശമായിട്ടുള്ള പ്രവർത്തിയാണത്. അയാളുടെ മുഖ്യമന്ത്രി അല്ല ഒന്നുമില്ലെങ്കിലും, അല്ലാതെ അയാൾ രാജാവൊന്നുമല്ലല്ലോ. എന്ത് നെറുകെട്ട ഭരണമാണിത്. ഒരു ഇവർ LDF എന്ന് പറഞ്ഞാൽ ശരിക്കും പാവങ്ങൾക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ മാറിയാണ്ട് കുറേ പൊട്ടന്മാർ, കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അതിന് ബുദ്ധിവിവരമില്ലാതെ കുറേ എണ്ണം സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടാവും. ഇങ്ങനത്തെവരൊന്നും രാഷ്ട്രീയത്തിൽ തന്നെ നിർത്താൻ പാടില്ല. എല്ലാ രാഷ്ട്രീയക്കാരും കണക്കാം. പിന്നെ അതിൽ കുറച്ച് മൂത്ത് ധരിച്ച കുറച്ചെണ്ണം ഇതുപോലെ വക്കിടിഞ്ഞാണ്ട് കുറച്ചെണ്ണം ഉണ്ടാവും. എല്ലാ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും എല്ലാം കണക്ക് തന്നെയാണ്. നമ്മളിനി വോട്ട് ചെയ്യുമ്പോഴൊന്നും ആലോചിച്ചുകൊണ്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ല നമ്മൾ പാർട്ടി മാത്രം നോക്കിയാണ് ചെയ്യുന്നത് നല്ലത്. കുറച്ച് നല്ല ആളുകളും ഇവിടെ നോക്കിയാണ് ചെയ്യുക. BJP-നൊന്നും ഈ വൈക്ക് കൊണ്ടുവരുത്, അത് പ്രത്യേകം പറയാനുള്ളൊരു കാര്യമാണ്.